ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരിക ശാലിനിയോട് ചോദിക്കുക, എൻ്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ ശാലിനി? ഞാൻ മനഃപൂർവ്വമാണ് നിന്നോട് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത്. അവളെ ഒന്ന് എടുത്ത് താലോലിക്കാൻ പോലും കഴിവില്ലാത്ത ഈ ഒരു അമ്മയ്ക്ക് പിന്നെ എന്തിനാ ഞാൻ അവളെക്കുറിച്ച് ചോദിക്കുന്നത് എന്നോർത്തിട്ടാ. എന്തിനാ ചേച്ചി കുഞ്ഞിനെ ഓർത്ത് സങ്കടപ്പെടുന്നത്? ചേച്ചിയുടെ കാലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ ചേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കാണും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല ശാലിനി. എങ്കിലേ എനിക്കുണ്ട് ചേച്ചി, ഉറപ്പുണ്ട് ശാരി ചേച്ചി, ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ മാറും. ഈ കുഞ്ഞിനെ കൊണ്ട് ചേച്ചിക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകും. അത്രയ്ക്ക് മിടുക്കി മോളല്ലേ അവള്. എൻ്റെ മോടെ മുഖം പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ അസുഖം കൊണ്ടായിരിക്കും ഇല്ലേ ശാലിനി? വ്യക്തമായ ഒരു രൂപം പോലും എനിക്ക് കിട്ടുന്നില്ല. ചേച്ചി വിഷമിക്കാതെ, ചേച്ചി ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. ഈ സമയം ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ താലോലിച്ച് കൊണ്ട് നടക്കുക. ഈശ്വര, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കും? അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. നീ ഇങ്ങോട്ട് വരണ്ട, നീ ഇങ്ങോട്ട് വരണമെങ്കിൽ ആ കൊച്ചിനെ എടുത്ത് എൻ്റെ കൈ തന്നേക്കണം. അല്ലെങ്കിൽ ശാന്ത, ഇനി നീ എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. രാജേന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ചുകൊണ്ട് ശാന്ത നടക്കും. എന്തായാലും പൊന്നി അങ്ങോട്ട് വരുന്നത്. വാവേ ഇതുവരെ ഉറങ്ങിയില്ലേ? പൊന്നി, കുഞ്ഞിനുള്ള കുറുക്ക് റെഡിയാണ്. എപ്പോഴേ റെഡിയാണല്ലോ. പൊന്നി ഇപ്പം പാല് കുടിച്ചതേ ഉള്ളൂ കുഞ്ഞ്. ഇനി ഉറങ്ങാനുള്ള കരച്ചിലാണെന്ന് തോന്നുന്നു. ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് കുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം കൊടുത്താൽ തുപ്പിക്കളയും. പൊന്നി ശാന്തയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ലാളിക്കുവോ. ചക്കരക്കുട്ടി, വാവച്ചി, പൊന്നുമോക്ക് ഉറങ്ങണ്ടേ? ആൻറ്റി ഉറക്കാവല്ലോ പൊന്നുമോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുറത്താണെങ്കിൽ രാഘവേട്ടനെയും പിള്ളേയും കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിള്ളയ്ക്കാണെങ്കിൽ തീരെ പറ്റുന്നില്ല. രാഘവൻ സാറ്, ഈ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്ന് ഒരു ദിവസത്തേക്കേ ഉള്ളു. എടോ പിള്ളേ, ഇപ്പം ആ കൊച്ചിനെ കൊണ്ട് വലിയ കരച്ചിലിൻ്റെ ശല്യമൊന്നും ഇല്ലല്ലോ. സാർ എന്തുവായി പറയുന്നത്? എന്നാലും രാശിഫലമൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. വീട് തകർക്കാൻ പോകുന്ന വെടിമരുന്ന് ആരെങ്കിലും വീടിനകത്ത് സൂക്ഷിക്കുമോ രാഘവൻ സാറേ? രാഘവൻ സാറെന്ന് പറഞ്ഞേ. അതെടുത്ത് പുറത്തോ മറ്റെവിടെയെങ്കിലോ നമ്മൾ മാറ്റി സൂക്ഷിക്കും, അങ്ങനല്ലേ? അതേ നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. ഒന്നെടുത്ത് മാറ്റി മറ്റിടത്തോട്ട് വെക്കുന്നു. പൊന്നി കുഞ്ഞിനെ മടി വെച്ചോണ്ട് പറയാം, ഇതിപ്പോഴെങ്ങും ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ഒരു കണക്കിന് നല്ലതാ, രാത്രി കുഞ്ഞ് വാശി പിടിക്കില്ലല്ലോ. ശാന്ത വിഷമത്തോടെ ആലോചിക്കുക, ദൈവമേ, ഈ സന്തോഷവും ചിരിയല്ല ഇന്നോടത്തോടെ അവസാനിക്കുമല്ലോ. വാവച്ചിയുടെ ചേച്ചിമാർ വരാൻ സമയമായി. ഇനി അവരുമായിട്ട് കളിക്കാമല്ലേ വാവയ്ക്ക്? ശാന്തയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഈ മഹാഭാവമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും ഈശ്വര? ഈ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ ഒന്നും വേണ്ടാന്ന് വിചാരിക്കുക. എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ? പൊന്നി ചോദിക്കുക, ശാന്തേച്ചി എന്തോ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അയ്യോ ഒന്നുമില്ല പൊന്നി. ശാന്തേച്ചി നോക്കിക്കേ, വാവയ്ക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞാണെങ്കിൽ ആ സമയത്ത് ശാന്തയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ശിവൻ അങ്ങോട്ട് കുട്ടികളുമായിട്ട് ജീപ്പി വരുന്നുണ്ട്. സത്യമോളാണെ ടോയ്സ് അടങ്ങിയ ഒരു ബാഗും കൊണ്ട്, അച്ചച്ചാ ഇത് നോക്കിക്കേ, ഇതെല്ലാം കുഞ്ഞുവാവയ്ക്ക. രാഘവേട്ടൻ പെട്ടെന്ന് മൗനമാവുക. പക്ഷെ പിള്ളയ്ക്ക് ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട്. എടാ വിഷ്ണു, പപ്പി എന്തേടാ? വഴി വെച്ച് രോഹിത്തിനെ കണ്ട് രണ്ടുപേരുടെ പുറകെ വരുന്നുണ്ട്. സത്യം ഓരോ കളിപ്പാട്ടം എടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ രാഘവേട്ടനെ കാണിക്കുക. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം കുഞ്ഞുവാവയ്ക്ക. ഞാനിതൊക്കെ കുഞ്ഞുവാവയ്ക്കൊന്ന് കൊടുത്തിട്ട് വരട്ടെ. പിള്ളയ്ക്കാണെ കലിമൂത്ത് നിൽക്കുന്നു. കുഞ്ഞാവേന്നും പറഞ്ഞ് സത്യം അകത്തോട്ട് ഓടിപ്പോവാ. എന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തുകൊണ്ട് ആ കളിപ്പാട്ടങ്ങളെല്ലാം കുടഞ്ഞിട്ടിട്ട്, വേണ്ട ചേച്ചി എന്തൊക്കെയാ വാവയ്ക്ക് കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ. ശാന്ത ഇത് കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ദാണ്ട വാവേ, താറാവിനെ കണ്ടോ, കിലുക്കം കണ്ടോ, ദാണ്ട ചെണ്ട കൊട്ടുന്ന കരടിയെ കണ്ടോ? ഇതൊന്നും രാഘവേട്ടനോട് സൂഹിക്കുന്നില്ല. അതെ സത്യമോളെ, ആ യൂണിഫോമൊക്കെ മാറ്റി കുളിച്ചിട്ടാട്ടെ. അച്ചാച്ചൻ അവിടെ കാണൊന്ന് മിണ്ടാതിരിക്കുക. ശിവൻ പറയാം, ഇതൊക്കെ വാങ്ങിച്ചപ്പന്മാരുള്ള വെപ്രാള പെട്ടെന്ന് കൊണ്ടുവന്ന് കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാൻ. പിള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ ദാണ്ട് അപ്പുറത്തെ മുറിയിൽ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുക. അതൊക്കെ സത്യയ്ക്കും പപ്പിക്കും വേണ്ടി പണ്ടേ വാങ്ങിച്ചിട്ടുള്ള. അതിനെന്താ പിള്ളച്ചേട്ടാ, കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. അതെ അതെന്തായാലും കൊള്ളാം. പിള്ളയ്ക്ക് അങ്ങോട്ട് തീരെ രസമില്ലാതെ പറയുക. സത്യം ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ വെച്ച് കൊച്ചിനെ കളിപ്പിക്കുന്ന കണ്ട് ശിവൻ പറയാം, അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ, ഇത് കൊച്ചുങ്ങളുടെ ലോകമാണ്. അവർക്കറിയാവുന്ന ഭാഷയിലൊക്കെ അവർ സംസാരിക്കുന്നുമുണ്ട്. ഈ കാഴ്ച കാണുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ? രാഘവേട്ടൻ്റെ മനസ്സിലൊരു അരിവായി. എടോ പിള്ളേ, ഇപ്പോൾ ഈ കൊച്ചിവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരിക്കുക. സങ്കടത്തോടെ രാഘവേട്ടൻ പിള്ളയോട് ചോദിക്കുക, ഇത് വേണോടോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ശിവൻ ചെന്ന് കുഞ്ഞിനെ എടുത്ത് ലാളിക്കുക. ആർക്കോ വേണ്ടി കൊട്ടേഷൻ എടുത്ത ഭാവത്തിലാണ് പിള്ളയുടെ നിപ്പ്. എൻ്റെ സാറ, ഇനി ഇതിലൊരു മാറ്റവും വേണ്ട. വിഷക്കായ എന്നും വിഷക്കായ തന്നെ. അത് മധുരിക്കുന്നതാണെന്നും പറഞ്ഞ് ആരെങ്കിലും എടുത്ത് കഴിക്കുമോ? അങ്കിളെ, നമ്മൾ വാങ്ങിച്ച കളിപ്പാട്ടം എല്ലാം വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആഹാ, അത് കൊള്ളാമല്ലോ. വാവയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു? അങ്ങനൊന്നും പറഞ്ഞില്ല, പക്ഷെ വാവയുടെ മുഖം കണ്ടാൽ അറിയാം.
രാഘവേട്ടൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. പിള്ളേ അത് കണ്ടിട്ട് ഇനി ഒരു മാറ്റവും വരുത്തണ്ട, നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. ശിവനാണെങ്കിൽ കുഞ്ഞിനെ ഓരോ കളിപ്പാട്ടം കാണിച്ച് ഇങ്ങനെ കളിപ്പിക്കുക. അത് കാണുമ്പോൾ രാഘവേട്ടന് സങ്കടം തോന്നുന്നുണ്ട്. പിള്ളയ്ക്കാണെങ്കിൽ അതിനേക്കാൾ ഉപരി ദേഷ്യവും. ശാന്ത ഇങ്ങനെ സങ്കടത്തോടിരിക്കുക. ദൈവമേ, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ എടുത്ത് കൊടുക്കും? രാഘവൻ സാറേ, അങ്ങോട്ട് നോക്കിക്കേ, ആ വിഷ്ണു കുഞ്ഞും ആ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുക. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ചുമ്മാ തിരിയുടെ പിള്ളേ, താൻ വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. മൂർത്തി ഭയങ്കര സങ്കടത്തോടെ റൂമിലിരിക്കുക. അരുണ വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ മൂർത്തി ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്? ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൂടെ? ആരാരുണ ഇപ്പം അപ്പുറത്ത് വന്നത്? അതാ തോമസ് ചേട്ടന്. അച്ഛൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. മൂർത്തിയെയും തിരക്കിയായിരുന്നു. ഞാനാണെങ്കിൽ മൂർത്തി ഉറങ്ങുവാണെന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ പരാജയപ്പെട്ടവൻ്റെ ഒറ്റ മാർഗമാണ് മദ്യപാനവും പിന്നെ ഉറക്കവും. ഇത് രണ്ടും വീടിനകത്ത് തന്നെ വെച്ച് ചെയ്യാവുന്ന തൊഴിലായതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മൂർത്തി, നമ്മൾ മറ്റുള്ളവരെന്ന് ഓടി കളിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെല്ലാം തീർത്തും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നത്. എന്തിനാ മൂർത്തി ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? ബിസിനസ്സിൽ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവും. ആ പരാജയത്തിൻ്റെ വഴികൾ മനസ്സിലാക്കി നമ്മൾ വിജയം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയല്ല വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അരുണേ, എനിക്കിനി ആകെയുള്ള ഒരു പ്രതീക്ഷ ദുബായിലോട്ട് നമ്മുടെ ചരക്ക് കൊണ്ടുപോയ കപ്പലില്ല. അതവിടെ എത്തിയാൽ എൻ്റെ എല്ലാ കടങ്ങളും തീരും. അതോടെ നമ്മൾ സേഫാവും. ഒരു അപകടവും കൂടാതെ അവിടെ എത്താൻ താൻ പ്രാർത്ഥിക്കണം. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് താൻ പ്രാർത്ഥിക്കണം. ഇതെൻ്റെ അവസാനത്തെ പ്രതീക്ഷ. അതിനെന്താ മൂർത്തി? എൻ്റെ പ്രാർത്ഥനയൊന്നും എന്നെക്കുറിച്ചല്ല, മൂർത്തിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ എനിക്ക് മാത്രമായിട്ട് ദൈവങ്ങളുമില്ല. ഉള്ളതെല്ലാം നമുക്ക് രണ്ടുപേർക്കും കൂടി വിളിക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് വിളിച്ചതുകൊണ്ടാകാം ഈ കുഞ്ഞിൻ്റെ കാര്യം നമ്മളുടെ മുന്നിലോട്ട് വന്നത്. പോകണ്ടേ മൂർത്തി, നമുക്ക് ആ കുഞ്ഞിനെ കാണാൻ? നാളെ തന്നെ പോയാലോ? എന്തിനാരണേ ഈ ദുരിതത്തിലോട്ട് എവിടെയോ കിടക്കുന്ന ആ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരുന്നത്? അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. ഇത് കണ്ടോ അരണേ? നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കരണ്ട് പോയി. ഈ ദുരിതത്തിലോട്ട് ആ കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ശാപം കൂടെ ഏക്കണോ നമുക്ക്? ചിലപ്പോൾ മൂർത്തി ആ കുഞ്ഞിൻ്റെ വരവോടുകൂടി ഇതൊക്കെ മാറിയാലോ? അപ്പോൾ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മൂർത്തിയുടെ അമ്മ ഒരു വിളക്കും കത്തിച്ച് അങ്ങോട്ട് വരുവാണ്. തിരുമുൽപ്പാട് വിളിച്ചിരുന്നു, ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. മൂർത്തിയുടെ അച്ഛൻ തിരുമുൽപ്പാടിനെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്നും തിരുമുൽപ്പാട് ഇറങ്ങി വരുമ്പോൾ കറണ്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാം, അന്ധകാരം എന്ന് വെച്ചാൽ വെളിച്ചമില്ലായ്മ. മൂർത്തിയും അമ്മയും അരുണയും കൂടെ ഒരു വിളക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ഇരുട്ട് പലരിലും ഭയവും മാനസിക സംഘർഷവും കൂട്ടും. എല്ലാവരെയും നോക്കിയിട്ട് തിരുമുൽപ്പാട് പറയുന്നു, ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ആ ഭയവും ആശങ്കയും ഞാൻ കാണുന്നുമുണ്ട്. ഇത് പൂർണ്ണമായി മാറണമെങ്കിൽ വെളിച്ചം വന്നേ മതിയാവൂ. അങ്ങനെ പറഞ്ഞു തീർന്നോണ്ടാണ്ട് കറണ്ടും വന്നു. ഇതൊരു പൊതു വെളിച്ചമാണ്. പക്ഷേ ഈ വീടിനകത്ത് ഞാനൊരു അന്ധകാരം കാണുന്നുണ്ട്. ആ അന്ധകാരം ഇല്ലാതാക്കാൻ തീർച്ചയായും ഒരു പ്രഭ, ഒരു വെളിച്ചം ഇവിടെ വരും. മൂർത്തി, ഈ പുതുമന വീട്ടിൽ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറാൻ പോകുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാനും പോകുന്നു. സുഖസുന്ദരമായ ഒരു ജീവിതത്തിന് നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്നു. ഈ സമയത്തൊക്കെ ഒരു തൊട്ടിലൊരു കുഞ്ഞിനെ കാണിക്കുന്നുമുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഞാൻ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ തിരുമുൽപ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുക. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണിക്കുന്നത് ശാരികയുടെ കുഞ്ഞാണ്. ശാന്ത കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കുഞ്ഞിനെ എടുത്ത് കൊടുത്തേ പറ്റൂ. രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ, നമുക്ക് രണ്ടുപേർക്കും വരുമാനം വന്നാൽ നമ്മുടെ കടങ്ങളൊക്കെ മാറും. ശാന്ത ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിങ്ങനെ കുഞ്ഞുമായിട്ട് നടക്കുക. പൊന്നി എപ്പോഴങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ ശാന്തേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഒരു പതർച്ചയോടെ ശാന്ത പറയും, ഏയ് പൊന്നിക്ക് തോന്നിയതാവും. കുറുക്കുണ്ടാക്കിയോ പൊന്നി? ഇവളെ ഞാനൊന്ന് ഓർക്കട്ടെ. എൻ്റെ കുഞ്ഞുവാവയ്ക്ക് ഞാൻ ഇപ്പം കുറുക്ക് കൊണ്ടുവരാവേ എന്നും പറഞ്ഞ് പൊന്നി കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാജേന്ദ്രൻ ശാന്തയെ വിളിച്ചിട്ട് വരട്ടുന്നുണ്ട്. എന്താടി നിനക്ക് ഫോൺ കൊടുക്കാൻ ഇത്ര താമസം? അത് കുഞ്ഞ് കരയുന്നുണ്ട്. അതവിടെ കിടന്ന് കരഞ്ഞോട്ടടി. കരയാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ കരയും. ആ കൊച്ചിൻ്റെ കരച്ചിലല്ലേ നിൻ്റെ കൂലി. അത് കരയാതെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ബുദ്ധിമുട്ടിക്കാത്ത കുട്ടിയായിരുന്നെങ്കിലേ നിന്നെ പിന്നെ കളക്ടർ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി വിളിക്കത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ പറയുന്ന പോലെയല്ല, എനിക്ക് നല്ല പേടിയുണ്ട്. നീ എന്തിനാണ് ഈ പേടിക്കുന്നത്? നിന്റെ അറിവോടുകൂടി അല്ല ആ കൊച്ചിനെ അവിടെ നഷ്ടപ്പെട്ടതെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ പോരെ? അതിനൊക്കെ വഴിയുണ്ടടി. എന്ത് വഴി? നിന്നെ ഞാൻ കെട്ടിയിടും. നിന്റെ വായിൽ തുണി ഞാൻ തിരികെ കെട്ടും. എന്നിട്ട് കൊച്ചിനെ ഇങ്ങെടുത്തോണ്ട് പോരും. അപ്പോൾ പിന്നെ നിന്നെ ആരും സംശയിക്കത്തില്ലല്ലോ. അങ്ങനെ ഒന്നും ഇതിൽ നടക്കത്തില്ല. ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, സത്യാമ്മയും രാഘവൻ സാറും ഒക്കെ ഉണരും. രാഘവൻ സാറിനാണെങ്കിൽ രാത്രി ഉറക്കവുമില്ല. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞ് നടക്കില്ലെന്ന്? ഇന്നിത് നടക്കും, നടത്തിയിരിക്കും, ഞാൻ നടത്തും. ഞാനിപ്പോൾ ഉടനെ വരും. അവിടെ വന്നിട്ട് നിന്നെ വിളിക്കും. നീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നേക്കണം.
എൻ്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഈ സമയത്ത് ശിവൻ ജീപ്പിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ശാരിയയ്ക്ക് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുക. ചേച്ചി ഇത് കുടിക്കും, ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ. എനിക്ക് വിശപ്പില്ല ശാലിനി, വേണ്ട. നാളത്തെ ഓപ്പറേഷൻ്റെ കാര്യം ഓർത്തിട്ടാണോ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത്? അതൊന്നും ഓർത്ത് എനിക്ക് പേടിയില്ല ശാലിനി, എൻ്റെ മോള്. എനിക്ക് അതോർത്തുള്ള പേടിയും വിഷമവും മാത്രമേ ഉള്ളൂ. ശാരി ചേച്ചിക്ക് മോക്കും ഒന്നും സംഭവിക്കില്ല, എല്ലാം ചേച്ചിയുടെ ഓരോ തോന്നലുകളാണ്. എൻ്റെ തോന്നലുകളെല്ലാം പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ശാലിനി. പണം ഉണ്ടാക്കാനായി അച്ഛൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെ അച്ഛൻ ചെയ്തില്ലേ? അതിന് അച്ഛൻ എന്തിനും ഏതിനും ആദ്യം തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റായത് തന്നെയാണല്ലോ ചേച്ചി. അമ്മ ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും അച്ഛനെ പിന്തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം മക്കളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മ അച്ഛനെ അത്രയ്ക്ക് മൂക്ക് കയറിയിട്ടായിരുന്നു നമ്മളോടൊപ്പം നിർത്തിയിരുന്നത്. എന്നിട്ടും അച്ഛൻ അച്ഛൻ്റെ വഴി തേടി പോയില്ലേ? ഇനിയിപ്പോൾ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ശരിയാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ? അതിനു വേണ്ടിയിട്ടല്ലേ ജാമ്യത്തിന് വേണ്ട നടപടികളൊക്കെ നോക്കുന്നത്. ചേച്ചി കഞ്ഞി കുടിച്ചേ? ഇല്ല വേണ്ട മോളെ, നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ കുടിക്കാൻ പോകുന്നില്ല. അങ്ങനെ ചേച്ചി ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഒന്നും പറ്റില്ല. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം ശാലിനി, അല്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ സമ്മതിക്കത്തില്ല. ഈ നിസ്സാര കാര്യത്തിനൊന്നും ചേച്ചി ഇങ്ങനെ വാശി പിടിക്കല്ലേ. മോളെ നമുക്ക് നാളെ രാവിലെ തന്നെ കാണാം. അപ്പോഴെൻ്റെ മോളെ രാവിലെ കൊണ്ടുവരുമോ ശാലിനി? ഞാൻ ശാന്തേച്ചോട് പറയാം കുഞ്ഞിനെ രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അവൾക്കൊരു നല്ല ഉടുപ്പൂടി എടുക്കണേ ശാലിനി. എന്താ ശാരി ചേച്ചി പറയുന്നത്? ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്കുള്ള തുണികൾ അവിടെ തലമാരി എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അവളെ ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പം തന്നെ മനസ്സിൽ കണ്ടതാ ഈ ഒരു ഗോൾഡൻ കളറിലെ കൈക്ക് ഞുറുവൊക്കെ വെച്ചിട്ടുള്ളൊരു ഉടുപ്പ്. അങ്ങനത്തെ ഒരു ഉടുപ്പിട്ട് എൻ്റെ മോളെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അതിനെന്താ, നമുക്ക് നാളെ അത് റെഡിയാക്കി എടുക്കാം. അപ്പം ശിവൻ അങ്ങോട്ട് വന്ന് ശാലിനി എന്ന് വിളിക്കുന്നുണ്ട്. ആ ശിവനോ, വരൂ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ശാലിനിയെ കണ്ടില്ല. നാളെ ഓപ്പറേഷൻ അല്ലേ, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ശാരികയോട് പറയുന്ന ശിവൻ, ഒരു ടെൻഷനും വേണ്ട, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. എങ്കിൽ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് ശിവൻ പുറത്തോട്ട് പോവുക. ശാലിനി ശിവനോട് പറയാം, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? വേലായുധൻ ചേട്ടനും അച്ഛനും കൂടെ സംസാരിക്കുന്നതൊക്കെ കണ്ടതായിരുന്നു. പക്ഷേ അതിങ്ങനൊരു കാര്യം ചെയ്യാനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ അച്ഛൻ. അതിനുശേഷമുള്ള വരുംവരായികളൊന്നും അച്ഛനോട്ട് ചിന്തിക്കത്തതുമില്ല. ശിവനിന്ന് പോകുന്നില്ലെങ്കിൽ എവിടെയാ കിടക്കുന്നത്? ഞാൻ ആ റിസപ്ഷൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വണ്ടി കാണും. എന്താവശ്യമുണ്ടെങ്കിൽ ശാലിനി എന്നെ വിളിച്ചാൽ മതി. വലിയ ഉറക്കത്തിലോട്ടൊന്നും ഞാൻ പോവില്ല. ഇപ്പോൾ ചായയോ കാപ്പിയോ വല്ലതും വേണോ? വേണ്ട ശിവ, ഇപ്പോൾ ഒന്നും വേണ്ട. ഞാൻ അതിനൊക്കെ വേണ്ടി എവിടെ നിൽക്കുന്നത്? അതൊക്കെ ശാലിനിയെ നോർത്താൽ മതി. ശിവൻ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ശാലിനിക്ക് വീണ്ടും മനസ്സിലൊരു സംശയം. ഇത് വിഷ്ണുവേട്ടൻ്റെ ഹൃദയം തന്നെയാണോ ശിവനില? ശിവൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട് ശാലിനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ശിവനും ശാലിനിയെല്ലാം ഹോസ്പിറ്റലായിരിക്കുന്ന ഈ സമയം നോക്കി തന്നെ ശാരികയുടെ കുഞ്ഞിനെ ശാന്തയെടുത്ത് രാജേന്ദ്രന് കൊടുക്കുമോ? അതോ ഇനി രാഘവേട്ടനും പിള്ളച്ചേട്ടനും ചേർന്ന് കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമോ? നാളത്തെ ഓപ്പറേഷന് മുമ്പേ ശാരികയ്ക്ക് കുഞ്ഞിനെ കാണിക്കാത്തത് കൊണ്ട് ശാരിക ഇനി ഓപ്പറേഷന് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.